വരികയാണ്. വളരെ നാളുകളായി നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. ക്ഷീര നമ്മുടെ ഈ MLA മിനിസ്റ്ററായ തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, നമുക്ക് ക്ഷീരഗ്രാമം വേണം, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. എന്തായാലും ഇപ്പോൾ അത് നടപ്പിലാവാൻ പോവുകയാണ്. ഇതിൻ്റെ പകുതി പൈസ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, പകുതി പൈസ സർക്കാരുമാണ്. ക്ഷീരസംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ക്ഷീരഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 ക്ലാസുകളാണ് നടത്തുന്നത്. ഇത് നടക്കുന്ന ഈ കർഷക സമ്പർക്ക പരിപാടി, രണ്ടാമത്തത് QAP അഥവാ പാലിന്റെ ഗുണനിലവാര പരിപാടി. ഈ 2 പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നുണ്ട്. അതിന്റെ ആദ്യ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമത്തെ പരിപാടി ഒരു 10 ദിവസം നടത്താൻ കഴിയും. അത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെങ്കിലും പാലുൽപ്പന്നത്തിൽ ഒരു തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടത് സാധാരണ ജനങ്ങളല്ല, കർഷകരായിട്ടുള്ളവർ തന്നെയാണ്. അവര് പല പ്രാവശ്യവും ഈ മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കാതെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പഞ്ചായത്താണോ കൊടുക്കുന്നത്, അത് ഡിപ്പാർട്ട്മെന്റാണോ കൊടുക്കുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ പാലിന് സബ്സിഡി ആയാലും അതുപോലെ കാലിത്തീറ്റ വിതരണത്തിനായാലും ഗ്രാമപഞ്ചായത്ത് വളരെ വലിയ ഒരു തുക ഈ മേഖലയിലേക്ക് മാറ്റിവെക്കും. എന്നാൽ പല പഞ്ചായത്തുകളും, സമീപ പല പഞ്ചായത്തുകളും അവർ പഞ്ചായത്തിന്റെ പൈസ മറ്റ് ആവശ്യങ്ങൾക്ക്, മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഈ മേഖലയിലേക്ക് ബ്ലോക്കിനെ ആശ്രയിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചടയമംഗലം പഞ്ചായത്തിലുള്ള ക്ഷീരകർഷകർക്ക് മറ്റെങ്ങും പോകേണ്ട നമ്മുടെ പദ്ധതിയിൽ നിന്ന് തന്നെ പല പദ്ധതികളും മാറ്റിവെച്ചുകൊണ്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി ഈ കാലിത്തീറ്റയായാലും പാലിന് സബ്സിഡി ആയാലും ഉള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ്. നമ്മുടെ വീടുകളിലെ പാല് തന്നെ എത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനവും പ്രിയപ്പെട്ട കർഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പഞ്ചായത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിനും നമ്മുടെ കർഷകർക്ക് അതുവഴി നമ്മുടെ പഞ്ചായത്ത് വഴിയായാലും സർക്കാർ വഴിയായാലും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് പോകുന്നതിന് സാധിക്കുകയുള്ളൂ. നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി ചെല്ലുമ്പോൾ